നമ്മുടെ അനുമോൾക്ക് ഇന്ന് രാവിലെ കിട്ടിയ ഒരു വലിയ ഷോക്കുണ്ട്. പക്ഷെ അത് അനുമോൾക്ക് അനുകൂലമാക്കി എടുക്കാനുള്ള ഒരു സാധ്യത, അങ്ങനെ ഒരു അന്തരീക്ഷം ഞാനിവിടെ കാണുന്നുണ്ട്. സംഭവം വേറൊന്നുമല്ല, ഓഫ് കോഴ്സ് PR എല്ലാവർക്കും ഉണ്ട്. അനുമോളുടെ PR-നെ കുറിച്ച് ഇവിടെ സമ്മതിച്ചു കഴിഞ്ഞു. പക്ഷെ ഈ ഒരു PR-ന്റെ പേര് പറഞ്ഞ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തത് അവരുടെ ഇടയിലുള്ള ആ ഒരു സംസാരം, അവിടെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രഹസ്യമായിട്ട് ഇത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സംസാരം ഒന്ന് പുറത്തു കൊണ്ടുവരാനാണ് ബിഗ് ബോസ് ശ്രമിച്ചതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അങ്ങനെ കൊണ്ടുവന്നപ്പോഴത്തേക്കും എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ പേര് അനുമോളിൻ്റെതാണ്. പക്ഷെ ഈ എവിക്ഷനിലേക്ക് വന്നപ്പോഴത്തേക്കും ലക്ഷ്മിയും സാബുമാനും കംപ്ലീറ്റ്ലി ആ മോർണിംഗ് ആക്ടിവിറ്റിയുടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എവിക്ഷൻ നോമിനേഷനിലേക്ക് ഈ അനുമോളെ എടുത്തിട്ടു. ഈ ലക്ഷ്മിക്കും സാബുമാനും മനസ്സിലാക്കിക്കൂടെ, ഇത്രയും PR ഉണ്ട്, അപ്പൊ ഈ എവിക്ഷനിലേക്ക് അനുമോൾ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഗുണം ചെയ്യുന്നത് അനുമോൾക്ക് തന്നെയാണെന്ന് ഈ മണ്ടന്മാർക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ലക്ഷ്മി ആണെങ്കിൽ ഭയങ്കര ഉപദേശമാണ്. ലക്ഷ്മിക്ക് ഈ നമ്മുടെ ഷാനവാസ്, അക്കാര്യത്തിൽ ഷാനവാസ് കറക്റ്റാണ്, ഒരു തമ്പുരാട്ടി ചമയലുണ്ട്. അതായത് താൻ ഭയങ്കര റെസ്പോൺസിബിൾ ആണ്, ഭയങ്കര അച്ചടക്കം പോലെയൊക്കെയാണ് ഈ ലക്ഷ്മിയുടെ ഒരു പെരുമാറ്റം. അപ്പൊ ലക്ഷ്മി അനുമോൾക്കെതിരെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ PR-ന്റെ കാര്യമൊന്നും വെച്ചിട്ട് പറയല്ല, പക്ഷെ ഭയങ്കര മെലോഡ്രാമയാണ്, പിന്നെ എല്ലാ കാര്യവും ഭയങ്കര ലാഗാണ്, ടാസ്ക് ഒന്നും മനസ്സിലാക്കിയല്ല ചെയ്യുന്നത്. പിന്നെ പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഇവിടെ എല്ലാം ഇപ്പോഴും അനുമോള് വോട്ട് ചെയ്യുന്നത് അത് അസാധുവാക്കുന്ന കണക്കാണ്.